നമസ്കാരം. പോസ്റ്റ് ട്രയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് എന്തായാലും കാണണം. ഈ ഒരു ഫീഫി ഐലൻഡ് ടൂറിൻ്റെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് സ്പോട്ടാണ് ഈ ഐലൻഡ് ടൂറിലെ. ഇതാണ് മായ ബേ ഐലൻഡ്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് തുടങ്ങാം. ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഞാൻ ആ മോഷൻ സിക്നസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചില്ലായിരുന്നെങ്കിൽ കാര്യം പോക്കായിരുന്നു. ഞാൻ എൻ്റെ വാനിൽ പോയപ്പോഴത്തേക്ക് ഇതേ കാര്യം തന്നെ സംഭവിച്ചു. പക്ഷേ കുഴപ്പമില്ല, ഒരു മണിക്കൂർ മുഴുവനായിട്ട് എടുത്തില്ല. അതിന് മുന്നേ തന്നെ നമ്മളെത്തി. ഇതിപ്പോൾ മായാബേ എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടാണ്. ഇതാണ് അവർ പറഞ്ഞത്. നമ്മൾ ലക്ക് ചെയ്ത് പറഞ്ഞാൽ ഇതിപ്പോൾ ഓപ്പണായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മിക്കപ്പോൾ ഒരു വർഷത്തിൽ ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു മണിക്കൂറിൻ്റെ ട്രാവലിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കണ്ണെത്താത്ത ദൂരത്തോളം കടലായിരുന്നു. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അതാണ് ഞാൻ സ്പീഡ് ബോട്ട് സജസ്റ്റ് ചെയ്തത്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മായാബേ സൈഡിലോട്ട് എത്താമെന്നുള്ളതായിരുന്നു. പിന്നെ കാഴ്ചകളെല്ലാം ഇവിടെയാണ് ഉള്ളത്. താൽക്കാലികമായിട്ട് നിർമ്മിച്ചൊരു ബോട്ട് ഏട്ടിലാണ് കേട്ടോ നമ്മളുടെ ബോട്ട് വന്ന് നിൽക്കുന്നത്. കാരണം ഇവിടെ ഹാർഡ് കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല. ഈ കോറൽസിനെയൊക്കെ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ബോട്ട് ഇറങ്ങിയിട്ട് നമ്മളൊരു 5 മിനിറ്റോളം നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഒരു ചെറിയൊരു സ്റ്റെപ്സൊക്കെ പണിതിട്ടുണ്ട്. കാരണം ഇതിൻ്റെ താഴെയും കുറച്ച് വാട്ടർ ബോഡീസൊക്കെ ഉണ്ട്. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നമ്മൾ മേലെ നോക്കുമ്പോഴത്തേക്കും താഴെ വെള്ളം ഉണ്ടെന്ന് അറിയത്തില്ല. അതേപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് താഴെത്തട്ട് വരെ കാണാം. ഇവിടെ വെൽക്കം ടു മായാബേ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലം വരും. ഇവിടെ നിന്നിട്ടാണ് നമ്മളുടെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കുറേ കാര്യങ്ങൾ. നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും അവർ ഇവിടെ ഉണ്ടാവും, നമ്മുടെ ഒരു ബോർഡൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നമ്മൾ തിരിച്ചു വരണം. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് നമ്മളെല്ലാവരെയും വിടുന്നത് കേട്ടോ. ഇവർ നിൽക്കുന്നത് പോലെ തിരിച്ചു വരുമ്പോഴത്തേക്കും അവരിവിടെ നിൽക്കുന്നുണ്ടാവും. ഈ മായാബേ ബീച്ചിൽ സ്വിമ്മിങ് ഒന്നും അവരെ അനുവദിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറൽസൊക്കെ ഉള്ള കാരണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തോ ഷാർക്കിൻ്റെ കാര്യം പറഞ്ഞവർ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്വിമ്മിങ് അനുവദിക്കാത്തതെന്നാണ് അവരിപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മായാബേ ഐലൻഡിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള മായാബേ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം. ഇത് നോക്കിയാൽ ക്യാമറയിൽ ഇതിൻ്റെ ഭംഗി എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ട് ഈ വഴി പോകണം. ഇവിടെ പോയിട്ട് നമ്മളുടെ ചെരുപ്പടക്കം എല്ലാം ഊരിയിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ ചെരുപ്പെല്ലാം ഊരിയിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. നല്ല വെയിലുണ്ട്, പക്ഷേ മണലിന് അത്ര ചൂട് പിടിച്ച് വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രം ചെറിയൊരു ആശ്വാസമുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ നിന്നിരുന്ന വ്യൂ പോയിൻ്റ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ താഴത്തേക്ക് വരുന്നത്. പിന്നെ സൺഗ്ലാസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. പിന്നെ ഈ വ്യൂ ഇത്ര അടിപൊളി ആയതുകൊണ്ട് മാത്രം കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ നമ്മൾ ആ വെയിൽ മറക്കുമായിരിക്കും. പക്ഷെ അതിനുശേഷം നമ്മളത് അറിയാൻ തുടങ്ങും. അപ്പോൾ ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ് വരെയൊക്കെ നമുക്ക് ഈ ബീച്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാം. അപ്പോൾ അങ്ങ് അറ്റത്തും കുറേ ആൾക്കാർ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നമ്മളിങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വ്യൂവിലാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ മല ഇങ്ങനെ ഒരു കേർവ്ഡ് ഷേപ്പിലിരിക്കുന്നത്. ഇത് തിരമാല അടിച്ചടിച്ചിട്ടാണ് ഇത് ഈ ഒരു ഷേപ്പിലോട്ടാവുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് അതിരിക്കുന്നത്. ഇത് പെട്ടെന്നൊന്നും സംഭവിക്കുന്നൊരു പ്രതിഭാസമല്ല. ഇത് വളരെ വർഷങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ തിരമാല അടിച്ച് അതിങ്ങനെ ആവുന്നതാണ്. ശരിക്കും ആ വെയിലത്തുനിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും സ്വർഗം കിട്ടിയവരുണ്ട് കേട്ടോ. നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് 45 മിനിറ്റ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ 40 മിനിറ്റ്സിനുള്ളിൽ തിരിച്ചവിടെ എത്തണം. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് തിരിച്ചു പോകാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്.
അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഐലൻഡാണ് മെയിൻ സ്പോട്ട്. നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാം. എന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട്. മാറിയിട്ട് നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് റെഡിയാവാം. അപ്പോൾ ഇനിയാണ് നമ്മളുടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്വിമ്മിങ്, സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ടിൽ വരുമ്പോഴത്തേക്കും ഇവിടെ കുറേ ലോങ് ടെയിൽ ബോട്ട് കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ പോകേണ്ടവരേക്ക് ഇവിടെ നിന്ന് ലോങ് ടെയിൽ ബോട്ട് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ റൗണ്ട് അടിച്ചിട്ട് വരാം. ഇനി അങ്ങനെ പോകണ്ടെന്നുള്ളവർക്ക് സ്വിമ്മിങ്ങിന് പോകാം. ഇവർ വേറൊരു സ്പോട്ടിൽ കൊണ്ട് നിർത്തും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് സ്വിം ചെയ്യാം. അപ്പോൾ 1 മണിക്കൂറാണ് അവിടെ സമയം കൊടുക്കുക. അപ്പോൾ ലോങ് ടെയിൽ ബോട്ടിൽ ഒരു ട്രിപ്പ് അടിക്കാൻ പോയവർ കറങ്ങി വരികയും ചെയ്യും. സ്വിമ്മിങ്ങിലുള്ളവർ സ്വിം ചെയ്തിട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ 2 രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കപ്പിൾസിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വലായിട്ടൊരു ബോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് പോകേണ്ടവർക്ക് ഷെയറിങ് ബേസിസിൽ ഒരു ബോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അവരോട് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ലോങ് ടെയിൽ ബോട്ടിൽ പോകാനുള്ളവരൊക്കെ പോയി. ഞങ്ങളിപ്പോൾ ഇവരെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോവാണ്. അവിടെ ലൈഫ് ജാക്കറ്റ് കിട്ടി. കുറേ പേര് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന്. ഞാൻ ഓൾറെഡി ഇത് കവറിനുള്ളിട്ടു. ഞാൻ ഇറങ്ങട്ടെ. ചാടി നമ്മുടെ ബോട്ടിന്റെ പരിസരത്തുനിന്ന് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഇതുകൊണ്ട് ഇവിടെ ബൗണ്ടറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഈ ബൗണ്ടറിയിൽ വന്നിട്ട് സ്വിം ചെയ്യാം. അപ്പോൾ ഇവരുടെ ഒരു കണ്ണുണ്ടാവുകയും ചെയ്യും. നമ്മൾ സേഫ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങണില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല എന്ന് പറയണത്. ഇത്ര ഇറക്കിയറിയുള്ളൂ. ഞങ്ങൾ തിരിച്ചെങ്ങനെ ബോട്ടിൽ കയറി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോർക്കലിംഗ് ആണ്. അപ്പോൾ അത് വേറൊരു സ്പോട്ടിലാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകണം. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ല സേഫായിരുന്നു. അവരെപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളുടെ ചുറ്റും ഉണ്ടാവും. ഇവിടെ 1 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല കേട്ടോ. നമ്മളിപ്പോൾ വന്ന വഴിയെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോങ് ടെയിൽ ബോട്ടിൽ പോയവരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടാവും, അവരിറക്കിയ സ്പോട്ടിൽ തന്നെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്നോർക്കലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അത് പിന്നെ എല്ലാവരും ഉൾപ്പെടുന്ന ആക്ടിവിറ്റിയാണ്. ഇത് മാത്രമാണ് അവർ ഓപ്ഷൻസ് തന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലോങ് ടെയിൽ ബോട്ടിൽ പോവാം, അല്ലെന്നാണെങ്കിൽ സ്വിമ്മിങ്ങിന് പോവാം. അങ്ങനെ ലോങ് ടെയിൽ ബോട്ടിൽ പോയവരെയൊക്കെ പിക്ക് ചെയ്ത് നമ്മളിപ്പോൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുക കേട്ടോ. ഇവിടെയും അവർ പറഞ്ഞ പോലെ തന്നെ സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇറക്കുക. പിന്നെ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ചുറ്റും ബോട്ട് അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി സേഫാണ്. അപ്പോൾ സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ ഓൾറെഡി തന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്യുപ്മെൻറ്റ് തനിയെ ഇടാൻ അറിയത്തില്ലെങ്കിൽ പോലും അവർ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് തന്നിട്ട് നിങ്ങൾ ഇറക്കുള്ളൂ. കറക്റ്റ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അവർ. പിന്നെ ഈ ഐലൻഡിന് ചുറ്റും തന്നെയാണ് ഈ പറഞ്ഞ സ്പോട്ടുകളെല്ലാം ഉള്ളത്. നമ്മൾ ഒരിക്കലും ദൂരത്തോട്ട് പോകേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറുന്നു ഇറങ്ങുന്നു അത്രയും സമയം എടുക്കുന്നുള്ളൂ അടുത്ത സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് സ്നോർക്കലിംഗ് കാഴ്ചകൾ കാണാം കേട്ടോ.
അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിന് മാത്രമുണ്ട്. ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയേക്കാൾ കൂടുതൽ കാഴ്ചകളായിട്ട് താഴെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല പവിഴപ്പുറ്റുകളും കുറേ ഭംഗിയുള്ള മീനുകളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ. ചിലവർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാണ്ട് ചാടുന്നുണ്ടായിരുന്നു, പിള്ളേരടക്കം എല്ലാവരും. അവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ശീലമായി തോന്നും. സ്നോർക്കലിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈക്കിംഗ് കേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിലോട്ടാണ് പോയത്. ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്തിരിക്കുന്ന കാരണം ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തു പോലും ഇല്ല. പക്ഷേ അത് നല്ലൊരു സ്പോട്ടായിരുന്നു. നമ്മളുടെ ബോട്ട് ഇത്തിരി വലുതായ കാരണം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അധികം പോകാൻ പറ്റില്ല. ബട്ട് ഒരു ലോങ് ടൈൽ ബോട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഇനി അടുത്ത സ്പോട്ടായിട്ടുള്ള മങ്കി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ മങ്കി ബീച്ച്. ഇത്രയും ഒരു സ്പേസേ ഇവിടെ ഉള്ളൂ. മങ്കിയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളവർക്ക് പോയി ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. നമുക്കിതൊരു പുതുമയല്ലല്ലോ, അത് കാരണം കൊണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ബാക്കിയുള്ളവർ പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇത്രേ ഉള്ളൂ സ്പേസ്. ഇപ്പോൾ ഇവിടെ വേലിയേറ്റം വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇറങ്ങാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ആയിരുന്നിട്ട് ഇതിന് മുന്നത്തെ ഫിഫി ഐലൻഡ്. ഇതിപ്പോൾ മങ്കി ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി ഇപ്പോൾ ഇവർ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇതായിരുന്നു ആദ്യം ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അല്ല, ഇപ്പോൾ നമ്മൾ ആദ്യം പോയ സ്ഥലത്താണ് ആൾക്കാർ കൂടുതലും വരുന്നത്. അവിടെയാണ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർ കൂടുതലും ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം ചെറിയൊരു ഐലൻഡും കൂടെ ഉണ്ട്, അവിടെ കൂടെ വിസിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിട്ടേൺ. അപ്പോൾ ബാക്കി കാഴ്ചകളും കൂടെ കാണാം. ഇതൊരു പ്രൈവറ്റ് ഐലൻഡിലാട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇവർ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. ഇവിടെ എന്തോ ഒരു ബൊഫേ ആണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു സ്ഥലം കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്തും ഉണ്ട്. അപ്പോൾ ഇതൊരു മെയിൻ സ്പോട്ടാട്ടോ ആൾക്കാർ ലഞ്ച് കഴിക്കാൻ വരുന്നതിൻ്റെ. നമ്മളെപ്പോലെയുള്ള ചെറിയ ബോട്ടുകളല്ലാണ്ട് വലിയ ഷിപ്സൊക്കെ ആ ഒരു സൈഡിൽ ഇട്ടിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങളങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിൽ വന്നിരിക്കട്ടെ. ബീച്ച് നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. എല്ലാവരും ബോട്ടുകൾ വരുന്നത് എല്ലാ ടൂറിസ്റ്റ് ബോട്ടും ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നിർത്തുന്നത്. ഇവിടെയാണ് അവരുടെ മെയിൻ ലഞ്ച് കഴിക്കുന്ന സ്പോട്ട്. ഇതിപ്പോൾ നമ്മൾ പാക്കേജ് എടുത്ത് വന്നാണെങ്കിലും ലഞ്ചൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫുഡിനാണെങ്കിൽ ഫിഷ്, ചിക്കൻ തന്നെ 1-2 ടൈപ്പ് ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മധുരം കൂടുതല. നമ്മളവിടുത്തെ പോലെയല്ല, മധുരം കൂടുതല എല്ലാ കറിക്കും. ചിക്കൻ കറിക്കാണെങ്കിലും പിന്നെ ഒരു ടൊമാറ്റോ സോസ് അതിനൊക്കെ ഭയങ്കര മധുരം. അങ്ങനത്തെ ഒരു ഫുഡ് ടൈപ്പ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. തട്ടിക്കൂട്ട് പരിപാടിയല്ല, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫിഫി ഡോൺ ഐലൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെയാണ് നമ്മളുടെ ബാക്കി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് അടുത്ത സ്പോട്ട്, ഖായ്നായ ഐലൻഡ്. ഇവിടെയാണ് നമ്മളുടെ ലാസ്റ്റ് ഐലൻഡ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുക്കറ്റിലേക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡ് മേടിക്കാം, ബിയർ വേണമെങ്കിൽ ബിയർ മേടിക്കാം. പിന്നെ സ്നോർക്കലിംഗ് ചെയ്യേണ്ടവർക്ക് സ്നോർക്കലിംഗ് ചെയ്യാം, സ്വിം ചെയ്യാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ ജെറ്റ് സ്കീ, ബനാന റൈഡ്, അങ്ങനെ നമ്മളുടെ സാധാരണ ബീച്ചിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഇല്ലേ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ നിങ്ങൾ പൈസ ക്യാരി ചെയ്യണം കേട്ടോ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ തായ് ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾ കയ്യിൽ പിടിക്കണം. ഇവിടെ എല്ലാം ക്യാഷ് അവരെടുക്കുള്ളൂ, വേറെ ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ചെയറിലിരുന്നു. ചെയറിനൊക്കെ ഇവിടെ വാടക ഉണ്ട് കേട്ടോ. 50 തായ് ബാത്ത് എങ്ങാനാണ് നമുക്ക് കൊടുക്കേണ്ടത്. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ഒരു ദിവസം മുഴുവൻ പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അത്ര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു. നമ്മളുടെ ബോട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 45 മിനിറ്റ്സോളം വേണം നമുക്ക് ഇനിയിപ്പോൾ ഫുക്കറ്റിൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഒരു ഫിഫി ഐലൻഡ് ടൂർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
ഇതൊരു 1 ഡേ ടൂറാണ്. നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഒരിക്കലും ഒരു നഷ്ടമായി പോകത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഐലൻഡ് ടൂർ എടുക്കണം. ഫിഫി ഐലൻഡ് ടൂർ അല്ലാണ്ട് മറ്റു പല ഐലൻഡ് ടൂറുകളും ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇതൊരെണ്ണം മാത്രമാണ് എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ചെന്നിട്ട് നമുക്ക് ഹോട്ടലിലേക്ക് ഇവർ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് തരും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ പത്തോങ് ബീച്ച് സൈഡിലോട്ട് പോകും. നമ്മൾ ഇന്നലെ കണ്ട സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ക്യാമറ എടുക്കുന്നില്ല. നാളെ ഇനി 1 മണിക്കാണ് ഞങ്ങൾക്ക് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകൾ ബാങ്കോക്കിലേക്കുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.